സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്ന പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ളതായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ നമ്മളെല്ലാവരെയും സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അതേ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഒട്ടനവധിയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിൻ്റെ സംശയങ്ങൾ നമ്മൾ പറഞ്ഞു തീർന്നിരുന്നില്ല. വീണ്ടും ഈ എപ്പിസോഡിൽ പ്രേക്ഷകർ ഉന്നയിച്ചതും പ്രിയപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സാറുമാർ ഉന്നയിച്ചതുമായിട്ടുള്ള സംശയങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഉത്തരങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ചേർത്തിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാർ ചോദിക്കൂ. അച്ഛാ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ മനുഷ്യൻ സ്വീകരിക്കുന്ന എപ്പോഴാണ്? പരിശുദ്ധാരൂപിയെ നമുക്ക് ലഭിക്കുന്ന വഴികൾ, ഒന്നാമതായിട്ട് ഉള്ള ഏറ്റവും സുനിശ്ചിതമായ വഴി, പരിശുദ്ധാരൂപിയെ ദൈവം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അതിനൊരു നിബന്ധനയും വെക്കാൻ നമുക്ക് ആർക്കും പറ്റിയല്ല. പക്ഷേ പരിശുദ്ധാരൂപിയെ ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള വഴികളെക്കുറിച്ച് സൂചിപ്പിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഇത് മാത്രമാണ്, വേറൊരു വഴിക്കും കിട്ടിയല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. സഭ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുമില്ല. ഒന്ന്, കൂദാശകളിലൂടെ നമുക്ക് പരിശുദ്ധാരൂപിയെ ലഭിക്കും. പരിശുദ്ധാരൂപി തന്നെ എഴുതിയതും പരിശുദ്ധാരൂപി നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് ദൈവവചനം, അല്ലേ? വചനം വായിച്ച് ഒരു വ്യക്തി വളരുമ്പോൾ ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ വളരുന്നു. പന്തക്കുസ്ത നാളിൽ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ചതും പരിശുദ്ധാരൂപി വളർത്തിയതുമാണ് തിരുസഭ. അതുകൊണ്ട് തിരുസഭയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് കൃത്യമായി സഭാജീവിതം നയിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ഇനി ഏതെല്ലാം വ്യക്തികൾ ഈശോ മിശിഹായെ സ്നേഹിക്കുന്നുവോ, ഈശോയുടെ പ്രബോധനമനുസരിച്ച് ജീവിക്കുന്നുവോ, അവർക്കെല്ലാം പരിശുദ്ധാരൂപിയെ ലഭിക്കും. ഇങ്ങനെ 4 മേഖലകളാണ് പരിശുദ്ധാരൂപിയുടെ സ്വീകരണത്തിന് വേണ്ടി സഭ നിർദ്ദേശിക്കുന്നു. താങ്ക് യു. ഇനി ആരാണ്? എനിക്ക് ചോദിക്കാനുള്ളതേ, ഈ നമ്മൾ ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത ഭാഷകളിലൊക്കെ ആൾക്കാർ സംസാരിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രേതബാധയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അങ്ങനെ ആൾക്കാർ നമുക്ക് മനസ്സിലാകാത്ത കുറേ ഭാഷകളൊക്കെ സംസാരിക്കും, നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, ഇതിൽ നമുക്ക് പരിശുദ്ധാത്മാവാണ് അല്ലെങ്കിൽ ദൈവികാത്മാവാണെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഈ വ്യക്തിയിൽ? ഈ ചോദ്യം ചോദിച്ചത് കുടിയാമലയിൽ നിന്നുള്ള ക്രിസ്റ്റീനയാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീനയുടെ ചോദ്യം വളരെ പാടാണ്, അല്ലേ? എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പിശാച് ബാധയാണോ, മനോരോഗമാണോ, പരിശുദ്ധാരൂപി വന്നതാണോ എന്നെങ്ങനെ വേർതിരിച്ചറിയും? ശരിക്കും പാടാണ്, അല്ലേ? ഇത് രണ്ടും പ്രത്യക്ഷത്തിൽ എല്ലാം, ഇത് മൂന്നും കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെന്നാണ് ക്രിസ്റ്റീന പറയുന്നത്. ധ്യാനം കൂടിയതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടെന്ന്. ഭാഷാവരത്തിൽ സംസാരിക്കുന്നവരെയും പിശാച് ബാധിച്ചവരെയും മനോരോഗികളെയും ഫലത്തിൽ ഒരുപോലെ ഇരിക്കുന്നു എന്നാണ്. അതെയോ? അല്ലേ ഉദ്ദേശിച്ചേ? അപ്പോൾ പക്ഷേ ക്രിസ്റ്റീന പറഞ്ഞതിലൊരു സത്യമുണ്ട്. ഈ പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, എന്താണ്? ഭാഷാവരത്തോടെ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനിക്കാൻ ആരുമില്ല എങ്കിൽ അങ്ങോട്ട് കയറി വരുന്നൊരു വിജാതിയൻ നിങ്ങൾക്കെല്ലാം ഭ്രാന്ത് പിടിച്ചെന്ന് വിചാരിക്കും എന്ന് പൗലോസ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതായത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ തിരിച്ചറിയാനുള്ള വഴി എന്താണ്? മനോരോഗങ്ങളെ പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. പരിശുദ്ധാരൂപിയുടെ പ്രവൃത്തികളെ തിരിച്ചറിയാനുള്ള വഴി, ആ വ്യക്തി ഈശോയിലേക്ക് കൂടുതലായി വളരുന്നു, ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നു, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നുവെങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. രണ്ടാമതായി, ഈ വ്യക്തി വിശുദ്ധിയിൽ, കൂട്ടായ്മയിൽ വളരുന്നു. കാരണം പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാണ്, അതുപോലെ സ്നേഹത്തിൻ്റെ ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ധാർമ്മിക ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. പരിശുദ്ധാരൂപിയെ സ്വീകരിച്ചു എന്ന് പറയുകയും വീട്ടിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യുകയാണ്. അയലോക്കത്തെ പറമ്പ് മാന്താൻ പോകുന്ന ചേട്ടനാണെന്ന് വിചാരിക്കും. ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, ഭാഷാവരക്കാരനാണ്, അതേസമയം അയാൾ അയലോക്കംകാരനുമായിട്ട് ഭയങ്കര അടിയാണെന്ന് വിചാരിക്കും.
ആ വ്യക്തിക്ക് പരിശുദ്ധാത്മ വരമുണ്ടോ? ഇല്ല. അത് പരിശുദ്ധിയോടെ, ആരോടുള്ള വാശിക്ക് പറഞ്ഞ പോലെ ഉണ്ടല്ലോ മാണി സാറ് ഇല്ല എന്നുള്ളത്. അതായത് ആ വ്യക്തിയിൽ പരിശുദ്ധാരൂപി പ്രവർത്തിക്കുന്നില്ല. കാരണം ആ വ്യക്തിയുടെ ധാർമ്മിക ജീവിതം വഴിതെറ്റിയതാണ്. വീണ്ടും മൂന്നാമത്തെ ഒരു ലക്ഷണം, ആ വ്യക്തി തിരുസഭയെ സ്നേഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, സഭ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ. കാരണം പരിശുദ്ധാരൂപി നയിക്കുന്ന വ്യക്തി എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ തിരുസഭയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈശോയിലേക്ക്, ചുറ്റുമുള്ള സഹോദരങ്ങളിലേക്ക്, തിരുസഭയിലേക്ക് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. സർവോപരി ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൻ്റെ ജഡമോഹങ്ങളോടോ ലൗകിക വ്യാപാരങ്ങളോടോ താല്പര്യം കുറയുകയും ആ വ്യക്തി ദൈവത്തിൽ സന്തോഷിച്ചു തുടങ്ങുകയും ചെയ്യുക. പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ പാടുന്നതാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആനന്ദിക്കാൻ വേറെ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഒത്തിരി സ്വർണ്ണമുണ്ട്, 101 പവൻ്റെ സ്വർണം കല്യാണത്തിന് കിട്ടിയാൽ നിങ്ങൾ കൊച്ചു ടീച്ചർമാർക്ക് സന്തോഷമാകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് അതിലുള്ള താല്പര്യമൊക്കെ പോവും, സന്തോഷം പോവും. സന്തോഷിക്കാൻ ഒരേ ഒരു വഴി മാത്രം, ഏതാണ്? ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയും. അങ്ങനെയുള്ള ജീവിത നവീകരണം, ജീവിതത്തിലെ യഥാർത്ഥ മാറ്റം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പിക്കാം, ആ വ്യക്തിക്ക് മനോരോഗമല്ല, ആ വ്യക്തിക്ക് പിശാച് ബാധയല്ല, അയാളിൽ വന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ക്രിസ്റ്റീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ദാനം തന്നത്, ദാനങ്ങൾ ഫലങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവിൻ, തന്നതൊരിക്കലും തിരിച്ചെടുക്കപ്പെടുന്നില്ല, അങ്ങനെയാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? തന്നത് തിരിച്ചെടുക്കാൻ മേല എന്നൊന്നുമില്ല. തന്ന പരിശുദ്ധാരൂപി ഇവനെ ഇതുകൊണ്ട് വഴിതെറ്റുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം തിരിച്ചെടുത്തെന്നിരിക്കും, അല്ലേ? ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഭാഷാവരം ഉണ്ടായിരുന്നു, അല്ലെ പ്രവചനവരം ഉണ്ടായിരുന്നു, രോഗശാന്തി വരെ ഉണ്ടായിരുന്നു. അത് പരിശുദ്ധാരൂപിക്ക് വേണേൽ തിരിച്ചെടുക്കാം, എടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ സഭ വിട്ടുപോവുകയും തന്നിഷ്ടം കാണിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ചിലപ്പോൾ ഈ വരദാനങ്ങൾ ഉപയോഗിച്ച് അവർ പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നയിക്കുന്ന കാണാം. പലരും ചോദിക്കാറുണ്ട്, കണ്ടോ സഭ വിട്ടുപോയിട്ടും അയാൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് സഭയ്ക്ക് ഒരു പ്രാധാന്യം ഇല്ല എന്ന്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇതിൻ്റെ വിശദമായ വ്യാഖ്യാനം ഞാൻ തന്നതാണ്. അതിൻ്റെ ചുരുക്കി പറഞ്ഞാലുള്ള അർത്ഥം ഇതാണ്: ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത ദാനങ്ങൾ ദൈവം തിരിച്ചെടുത്തില്ല എന്നുള്ളത് ആ വ്യക്തിക്കുള്ള അംഗീകാരമല്ല. ഏറ്റവും വലിയ ഉദാഹരണം ഏതാണ്? ലൂസിഫർ മാലാഖയായിരുന്നു, അവൻ ശക്തനായിരുന്നു, പ്രധാന മാലാഖയാണ്. അവൻ വഴിതെറ്റി പിശാചായപ്പോഴും ദൈവം അവൻ്റെ ശക്തിയൊന്നും തിരിച്ചെടുത്തില്ല. അതുകൊണ്ട് അവനിപ്പോഴും വിളയാടി നടക്കുന്നു, അല്ലേ? അതുകൊണ്ട് ചില ശക്തികളുമായിട്ട് ചിലരാരെയെങ്കിലുമൊക്കെ കബളിപ്പിക്കാൻ ഇറങ്ങുന്നുണ്ട് എങ്കിൽ ഓർക്കുക, നിങ്ങളിലൂടെ ദൈവദത്തമായ ചില ശക്തികൾ നിങ്ങളിൽ ഇപ്പോഴും പ്രവർത്തന നിരതമാണ് എന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് സ്വർഗത്തിൻ്റെ അംഗീകാരമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമല്ല എന്ന് മനസ്സിലാക്കുക. സോജൻ സാറിന് എന്തെങ്കിലും ഉണ്ടോ? ഒരു ചെറിയ ചോദ്യവും കൂടി. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരദാനങ്ങളും മുടിചൂടി നിൽക്കുന്നത് തിരുസഭയിലാണ്. ആ കൂദാശകളിലൂടെയല്ല ഈ കൃപാവരം നമ്മൾ നിരന്തരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൂടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ദൈവത്തിൻ്റെ ഈ സ്ഥിരീകരണമൊക്കെ നടക്കുന്ന അക്രൈസ്തവരിലേക്ക്, മറ്റുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ, രോഗശാന്തി മറ്റുള്ളതൊക്കെ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും അത്ഭുതങ്ങൾ. അതെന്തുകൊണ്ടാണെന്നാണ് സാർ ചോദിക്കുന്നത്? അതൊരു വിരോധാഭാസമല്ല, നമുക്ക് കിട്ടുന്നില്ല, മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് കിട്ടുന്നു. അസൂയാണോ അച്ഛാ അത്? അത് സോജൻ സാർ ചോദിച്ചത് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യം തന്നെയാണ്. അതായത് ഈ അന്യമതസ്ഥർക്ക് പരിശുദ്ധാരൂപി കൂടുതൽ സാക്ഷ്യങ്ങൾ നൽകുന്നു എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാനുള്ള ആദ്യത്തെ പടിയാണ് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ്. ആ പടി കൂടാതെ, അല്ലെങ്കിൽ ആ പടി കടന്ന് വിശ്വാസത്തിൽ എത്തിച്ചേർന്നവരാണ് ആര്? ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ഇനി അടയാളവും അത്ഭുതവും വേണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ?
നമ്മൾ ആദ്യത്തെ പടിയെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ്. വിശ്വാസത്തിൽ ഒരു വ്യക്തി വളരും തോറും അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ആവശ്യകത കുറയുകയും നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അവയ്ക്കെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയാനും, എൻ്റെ ദൈവമേ അങ്ങേ കൈകളിലേക്ക് എന്നെ, എൻ്റെ വേദനയെ, എൻ്റെ സങ്കടത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശാന്തമാകാനും കഴിയുന്നതും ഒരു വലിയ പരിശുദ്ധാത്മ കൃപയാണ്. ഒരുപക്ഷെ രോഗശാന്തി തരുന്ന പരിശുദ്ധാത്മാവിനെ കൃപയേക്കാളും വലിയ കൃപ ഏതാണ്? ഈ രോഗം ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈശോയോട് ചേർന്ന് ഞാൻ സഹിക്കുന്നു സന്തോഷത്തോടെ എന്നൊരു വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഏറ്റവും വലിയ പരിശുദ്ധാത്മ കൃപയാണ്. അൽഫോൻസാമയൊക്കെ അങ്ങനത്തെ കൃപ മേടിച്ച ആളാണ്, അല്ലേ? അതുകൊണ്ട് ഈ അടയാളവും അത്ഭുതവും മാത്രമാണ് പരിശുദ്ധാത്മ സാക്ഷി എന്ന് വിചാരിക്കരുത്. അതിനേക്കാളും വലിയ കൃപ. ഓരോ പരിശുദ്ധ കുർബാനയിൽ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് ഈശോയുടെ തിരുശരീര രക്തമായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് ഒരു വലിയ പരിശുദ്ധാത്മ കൃപയാണ്. അതുകൊണ്ട് നമുക്കൊട്ടും കുറവല്ല. നമ്മൾ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഉപരിയായ കൃപ അനുഭവിക്കുന്നവരാണ് എന്നോർത്താൽ മതി. താങ്ക് യു അച്ഛാ. ഏറ്റവും നല്ല ഉത്തരം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടെ ഇതിനകത്ത് അച്ഛനൊരു കൃത്യമായ ഉത്തരം നൽകിയാൽ, ഇപ്പോൾ ഈ സാറ് ധ്യാന കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ദർശനങ്ങളുള്ളവരുണ്ട്, മറ്റു വരങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. വരങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ അത് നഷ്ടമാകുമോ? മറ്റൊന്ന്, ഈ കൗൺസിലിങ്ങിനുള്ള കൃപ കിട്ടിയവർ, മറ്റു വരങ്ങൾക്കുള്ളവർ, അത് സഭയിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്? ഏതാണ് അതിൻ്റെ മീഡിയം? ഇപ്പോൾ എനിക്കൊരു ഭാഷാപരമുണ്ട്, എനിക്കത് എൻ്റെ ഭാഷാപരമാണോ എന്നറിയണം. ഞാനതെങ്ങനെയാണ് അത് സ്ഥിരീകരിക്കേണ്ടത്? അതിന് പ്രത്യേകിച്ച് പ്രേക്ഷകർ പലരും പല സ്ഥലങ്ങളിൽ ധ്യാനത്തിനൊക്കെ കൂടുന്നവരുമാണല്ലോ. അവർക്കൊരു അതിനെപ്പറ്റി ഒരു വിശദീകരണം കൊടുക്കുന്നത്. പരിശുദ്ധാരൂപിയുടെ വരദാനങ്ങളെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ആ മാനദണ്ഡങ്ങൾ, ആ വ്യക്തിയുടെ ജീവിതം, ഈശോയുമായുള്ള ബന്ധം, ആ വ്യക്തിയുടെ ലോകത്തോടുള്ള മൈത്രി കുറയുകയും ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുകയും, ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും വെച്ച് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവാണോ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അതേസമയം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനമായി കരുതുന്നത് വിവേകം എന്ന വരമാണ്. അതൊരു പരിശുദ്ധാത്മ വരമാണ്, വിവേകത്തിൻ്റെ ആത്മാവാണ്. ഈ അവിവേകം വിളിച്ചു പറയുന്നവരുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നീ ധ്യാനം കൂടിയിട്ട് 4-ാം ദിവസം മരിച്ചു പോവും എന്നൊരാളോട് വിളിച്ചു പറഞ്ഞെന്ന് വിചാരിക്കും. അത് അവിവേകമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ ആയുസ്സിനെ സംബന്ധിക്കുന്ന വെളിപ്പെടുത്തൽ ഒരു വ്യക്തി നടത്താൻ പാടില്ല. അങ്ങനെയാണ് സഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ വെളിപ്പെടുത്തിയാൽ അത് അവിവേകം പ്രവർത്തിക്കുന്ന രീതിയാണ്. അങ്ങനെ ആരെയും കുറിച്ച് വെളിപ്പെടുത്തരുത്. അതല്ല എങ്കിൽ പറയുകയാണ്, നീ ഇന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു. ജീവിതാന്തസ്സിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൗൺസിലർ കൊടുക്കാൻ പാടില്ല. അതാരാണ് കൊടുക്കേണ്ടത്? അത് ഒരു വ്യക്തിയുടെ സ്വതന്ത്ര തീരുമാനത്തിലെടുക്കേണ്ടത്. അല്ല, ഒരു കൊച്ചിനോട് പറയുകയാണ്, നിനക്ക് ദൈവവിളിയുണ്ട്, നീ അച്ഛനാകാൻ പോക്കും. കഴിഞ്ഞ വർഷം എൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ, അവന് എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവനൊരു ധ്യാനത്തിന് പോയപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് ദൈവവിളിയുണ്ട്, നീ അച്ഛനാകാൻ പോകണം. ആ 2nd ഇയർ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനത് കേട്ടത് പിന്നെ ഒരുതരം വട്ടുപിടിച്ച പോലെയായി. അവൻ ദൈവവിളി എന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും അവൻ അറിയത്തില്ല. അവൻ വന്ന് ആ വീട്ടിൽ ചോദിച്ചു, എന്നെ ഈ ദൈവവിളി എന്ന് പറഞ്ഞു. അത് അച്ഛനാകാൻ പോകുന്നതാന്ന് പറഞ്ഞു. ഉടനെ അച്ഛനാകാൻ പോയില്ലെങ്കിൽ വല്ല അസുഖവും പിടിച്ച് മരിച്ചു പോകുമോ? ഈ കൊച്ച് അവസാനം ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ എന്നോട് പറഞ്ഞു, എനിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ല, ഞാൻ പോകണോ? പോയില്ല ഞാൻ വല്ല മരിച്ചു പോകുമോ? അത് ആ കൗൺസിലറുടെ അവിവേകമാണ്. ഒരു വ്യക്തിയെ ദൈവം വിളിക്കുന്നോ വിളിക്കുന്നില്ലയോ, അത് ദൈവവും ആത്മാവും മാത്രം തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയമാണ്, അല്ലേ? അതിനെക്കുറിച്ചൊന്നും കൗൺസിലർ ഉപദേശങ്ങൾ കൊടുക്കരുത്. അതായത് ജീവിതാന്തസ്സിനെ സംബന്ധിക്കുന്ന, ജീവിതത്തിൻ്റെ ആയുസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ സഭയുടെ കൂട്ടായ്മയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലോ
അതല്ല എങ്കിൽ സമൂഹത്തിൽ ഭിന്നത ഉളവാക്കുന്ന രീതിയിലോ ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല. നമ്മളിപ്പം ദർശനത്തിൽ കണ്ടൊരു കാര്യം പറഞ്ഞു, അതോടെ വീട്ടിൽ കലാപമാണ്. ഭർത്താവ് ധ്യാനം കൂടാൻ വന്നു, നിൻ്റെ ഭാര്യ ഇന്നയാളുമായി അവിഹിതത്തിൽ പണ്ടൊരിക്കൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് കൗൺസിലർ വെളിപ്പെടുത്തിയെന്ന് വിചാരിച്ചു. ധ്യാനം കൂടിയതിൻ്റെ പുണ്യം പോയി എന്ന് മാത്രമല്ല, വീട്ടിൽ ചെന്ന് അലമ്പുമായി, ആ കുടുംബജീവിതം പെരുവഴിയിലുമായി. അല്ലേ? അതാണ് വിവേകം ഉപയോഗിക്കുക എന്നൊരു മാനദണ്ഡം മാത്രമേ സഭ ഈ മേഖലയിൽ നിർദ്ദേശിക്കുന്നു. അച്ഛാ, ഒരു സംശയം. ഒരു യുവാവോ യുവതിയോ തൻ്റെ ജീവിതാന്തസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ലാത്ത ഒരവസ്ഥ വന്നാൽ ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ തനിക്ക് നേതൃത്വം കഴിയാൻ അല്ലെങ്കിൽ നല്ല നിർദ്ദേശം നൽകാൻ സാധിക്കും എന്ന് കഴിയുന്ന ഒരു വ്യക്തിയുടെയോ സഹായം തേടുന്നത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. അത് ഗൈഡൻസ് ആണ്, ഒരു മാർഗനിർദ്ദേശമാണ്. അതായത് എനിക്ക് കോഴിക്കോടിന് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. കോഴിക്കോടിനുള്ള വഴി ഏതാണ്, കോഴിക്കോടിന് ഇപ്പോൾ പോയാൽ ഗുണകരമാണോ എന്നൊക്കെ ഞാൻ പോയി അന്വേഷിക്കുന്നത് എൻ്റെ തീരുമാനത്തെ കൂടുതൽ ഉറപ്പിക്കാനും ശരിയായ ദിശയിൽ എത്തിക്കാനുമുള്ള സഹായങ്ങൾ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവിളി എന്നാന്ന് പോലും കേട്ടിട്ടില്ലാത്ത, പൗരോഹിത്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്ത ഒരുത്തനെ ബലമായി പിടിച്ചു കൊണ്ടുപോയി അച്ഛനാക്കരുത്. അങ്ങനെ വന്നാലത് പോവും, അത് വേറെ വിഷയം. പക്ഷേ അതല്ല കൗൺസിലിങ്. ടീച്ചർ പറഞ്ഞതുപോലെ ഗൈഡൻസുകൾ ചോദിക്കാം നമുക്ക്. ഇപ്പോൾ കൗൺസിലറോടോ വികാരിച്ചനോടോ നമ്മളെ ആത്മീയമായി നയിക്കാൻ കഴിവുള്ളവർ എന്ന് നമ്മൾ കരുതുന്ന ആരുടെയും അടുക്കൽ നിങ്ങൾക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാം. യുവജനങ്ങൾ അത് ചർച്ച ചെയ്യണം, അത് വളരെ നല്ലതാണ്. അതിനെയല്ല നിരുത്സാഹപ്പെടുത്തുന്നത്, മറിച്ച് ആ വ്യക്തിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി കൗൺസിലർ ഈ മേഖലകളിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് സഭയുടെ നിർദ്ദേശം. താങ്ക് യു അച്ഛാ. ഇനി ആരാണ് ചോദിക്കുന്നത്? ജാനറ്റ് ആണ് ചോദിക്കുന്നത്. കുട്ടികൾക്ക് പ്രായോഗികമായ രീതിയിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈശോ പണ്ട് പീലിപ്പോസിനോട് പറഞ്ഞതുപോലെ, ഇത്രയും ഞാൻ നിന്നോട് പറഞ്ഞിട്ടും പീലിപ്പോസേ ഇനിയും നീ ഇതാണോ ചോദിക്കുന്നത് എന്ന് ചോദിച്ച പോലെ ജാനറ്റ് പറയുന്ന കേട്ടാൽ ഇതുവരെയും ഞാൻ പറഞ്ഞത് ഒട്ടും അപ്രായോഗികമായ കാര്യങ്ങളായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. കുട്ടികൾക്ക് പ്രായോഗികമായ കുട്ടികൾക്ക് അല്ലേ, കുട്ടികൾക്ക് പരിശുദ്ധാരൂപിയെക്കുറിച്ച് പറയാൻ നമുക്ക് എളുപ്പം. ദൈവത്തിൻ്റെ സ്നേഹം, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധി, അത് വ്യക്തി രൂപത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ അത്തനേഷ്യസ് പുണ്യാളൻ്റെ ഒരു ഉപമ പറയാം. പിതാവായ ദൈവത്തിൻ്റെ രണ്ട് കൈകളാണ് പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും എന്ന് വിശുദ്ധ അത്തനേഷ്യസ് പറയുന്നു. അതായത് പിതാവ് സ്നേഹിക്കാൻ വേണ്ടി നമ്മളെ ആശ്ലേഷിക്കാൻ ഉപയോഗിക്കുന്ന കൈകളാണ്. ആ ഉപമയ്ക്ക് അതിൻ്റെ പരിമിതികളുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടായ്മ കാണിക്കാൻ അത് വളരെ നല്ലതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വലിയ കൂട്ടായ്മ, ദൈവത്തിൻ്റെ സ്നേഹം അറിയാൻ, ആ സ്നേഹ പരിപാലനം മനസ്സിലാക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ടാമതായി നമുക്ക് കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റുന്ന എന്താ? പരിശുദ്ധാത്മാവ് സഹായകനും ആശ്വാസപ്രദനുമാണ്. നമുക്ക് എന്നാ വിഷമമുണ്ടെങ്കിലും പറയാവുന്ന, ഏത് സങ്കടമുണ്ടെങ്കിലും പരിഹരിച്ചു തരാൻ കഴിയുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് തീർച്ചയായും പഠിപ്പിക്കുക. മൂന്നാമതായി നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവരോട് പറയാവുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് തിന്മകളോട് താല്പര്യമില്ലാതാകും. പലപ്പോഴും നമ്മളിൽ തിന്മയുടെ ആസക്തികൾ ശക്തിപ്പെടുന്നതിൻ്റെ കാരണം എന്താ? നമ്മിൽ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. പരിശുദ്ധാരൂപി വസിക്കാത്ത വ്യക്തികൾക്ക് ഏതെങ്കിലുമൊക്കെ തിന്മയുടെ ബന്ധനങ്ങൾ എന്നും ഉണ്ടാകും. തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ, ഇപ്പം മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്ന അന്നേരെ, എടാ പോയി 1 കിലോ ഉപ്പ് മേടിച്ചുകൊണ്ട് വരാവോ, മമ്മി ചോദിച്ചു കൊച്ചിനോട്. എന്നെ കൂടെ ഇപ്പോൾ പറ്റിയല്ല എന്നവൻ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവനിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? പരിശുദ്ധാരൂപിയുള്ള കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ പ്രചോദനങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും അത് ജീവിക്കാനും കരുത്തുള്ളവരാകുന്നു എന്നുള്ളതാണ് സത്യം.
ഇങ്ങനെ ലളിതമായി പല വഴികളിലൂടെ ഈ പരിശുദ്ധാരൂപിയെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അച്ഛൻ താങ്ക് യു. ഈ സെഷൻസ് ഏതാണ്ട് തീരുകയാണ്. ഒരു കാര്യം കൂടി അച്ഛന് തീർച്ചയായും ഇതിൻ്റെ ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ജാനറ്റ് ചോദിച്ച പോലെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞു 2 കൈകൾ പോലെയാണ്, അതിലൊരു കൈ പോലെയാണ്. പരിശുദ്ധാത്മാവിനെ കുറച്ചും കൂടെ ഹൃദ്യമായി മനസ്സിലാക്കാൻ അച്ഛൻ്റെ ഈ ചർച്ചകളിലൂടെ വന്നത് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശൂന്യവൽക്കരണം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഈശോയുടെ ശൂന്യവൽക്കരണത്തെ ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്ന പോലെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കൂടുതൽ മനസ്സിലാക്കിയാൽ, ആ ജീവിതത്തെ പരിചയപ്പെടുമ്പോൾ ജീവിതത്തിൽ ഐഡൻറ്റിറ്റി ക്രൈസിസുകളൊക്കെ മറികടക്കാൻ കഴിയും. അതിനെക്കുറിച്ച് അച്ഛനൊന്ന് സംസാരിക്കാൻ നല്ലതായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി, ഒരു സ്വത്വ പ്രശ്നങ്ങൾ, നമ്മളെല്ലാം കുറേ തരം, അതിനെയാണ് ഈ ആത്മീയ ഭാഷയിൽ പറഞ്ഞ ആന്തരിക മുറിവുകൾ എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു? ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ, ഒന്ന് പറഞ്ഞ് രണ്ടാമത് പൊട്ടിത്തെറിക്കുന്ന ചേട്ടന്മാരെ കാണാം അല്ലേ? ചേട്ടത്തിമാരും കുറവൊന്നുമല്ല അങ്ങനത്തേത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് കയറി അടിച്ച് കളയും, അല്ലെ വാ പൊളിച്ച് അന്നേരെ തെറി വിളിക്കുക. ഇങ്ങനത്തെയൊക്കെ മനുഷ്യരെ നമ്മൾ കാണും. ഇപ്പം മനുഷ്യനാണോ മൃഗമാണോ എന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവർ കുഞ്ഞുനാൾ മുതലേ അവരേറ്റ കുറേ ആന്തരികമായ മുറിവുകൾ, മാനസികമായ ഭാരങ്ങൾ, സംഘർഷങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നാണ് ആ വ്യക്തി ഇന്നായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുക. ആ വ്യക്തിക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നുണ്ട്, പക്ഷേ ആ വ്യക്തിയെ കൊണ്ട് പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വരുന്നത് അപ്രകാരമാണ്. ഇപ്പം മദ്യപാനത്തിന് അടിപ്പെട്ടു പോയത്, പല മദ്യപാനികളും പറയാറുണ്ട്, ഇതൊക്കെ നിർത്തിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അച്ചു, പക്ഷെ പറ്റുന്നില്ല അല്ലേ? അത് ഏത് തിന്മയെ സംബന്ധിച്ചും ഇതാണ്. അപ്പം അത്തരം മേഖലകളിൽ ആണ് ശരിക്കും ഒരു വ്യക്തി ഡീപേഴ്സണലൈസ് ചെയ്യപ്പെടുക, അഥവാ ആ വ്യക്തിത്വം തന്നെ നഷ്ടമാകുന്ന അവസ്ഥയിലെത്തുക. അതിന് പരിഹാരം പരിശുദ്ധാത്മ സാന്നിധ്യം തന്നെയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമുക്ക് വളരെ വേഗത്തിലും എളുപ്പത്തിലും നമ്മൾ അസാധ്യമെന്ന് കരുതിയ പല മേഖലകളിലും വിജയം വരിക്കാൻ കഴിയുന്നു എന്നതാണ് സത്യം. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. നിങ്ങൾ തീർച്ചയായും ഇന്നത്തെ നമ്മുടെ ചർച്ച വളരെ എഫക്റ്റീവായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രക്ഷാകര ചരിത്രത്തിൽ നമ്മുടെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സഹിച്ചു എന്ന് നമുക്ക് തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മനസ്സിലാക്കാൻ തക്കവണ്ണം ഇന്ന് തൻ്റെ ഉത്തരങ്ങളിലൂടെ നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛനാണ്. സീകാറ്റിൻ്റെ ഈ എപ്പിസോഡുകളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ വ്യക്തമായി, പരിശുദ്ധാത്മാവിനോട് ചേർന്ന ജീവിതം എങ്ങനെ നയിക്കണം എന്നതിനെക്കുറിച്ച് പ്രേക്ഷകരോട് നമ്മളോടും വളരെ വ്യക്തമായി സംസാരിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛന് സീകാറ്റിൻ്റെ പേരിൽ, ഷാലോം പ്രേക്ഷകരുടെ പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഈ എപ്പിസോഡുകളിൽ നിറഞ്ഞു നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത കുടിയാമല ഫാത്തിമ മാത സൺഡേ സ്കൂളിലെയും മിഷൻ ലീഗിൻ്റെ വിവിധ ഇടങ്ങളിൽ വന്ന പ്രിയപ്പെട്ട പ്രതിനിധികളോടും ഷാലോം TV-യുടെ പേരിലുള്ള സീകാറ്റിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ തീർച്ചയായും പ്രേക്ഷകരായി നിങ്ങളും ആസ്വദിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ വായിക്കുകയും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുകയും ചെയ്യണം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. സീകാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.